Hi all, welcome to Max Traders Academy weekly analysis. So, firstly, let's start with Forex Factory to know more about the fundamental news releases for the next week. സോ നമ്മൾ നോക്കുവാണെങ്കിൽ മൺഡേ നമുക്ക് റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഒന്നുമില്ല, ഓൺലി ജെ പി വൈയിലും സി എൻ വൈയിലും നമുക്കൊരു ഓറഞ്ച് ഇമ്പാക്ട് ന്യൂസസ് ആണുള്ളത്. പക്ഷേ ട്യൂസ്ഡേ മുതൽ ഫ്രൈഡേ വരെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും യു എസ് ഡിയിൽ അല്ലെങ്കിൽ ജി ബി പിയിൽ റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ട്യൂസ്ഡേ 12:30 PM നമുക്ക് ജി ബി പിയുടെ റെഡ് ഇമ്പാക്ട് ന്യൂസ് ഉണ്ട്. Then again at 6 PM we have another red impact news on USD which is CPI. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വെനസ്ഡേയിൽ നമുക്ക് യു എസ് ഡിയുടെ റെഡ് ഇമ്പാക്ട് ന്യൂസസ് 30-year ബോണ്ട് ഓപ്ഷൻ്റെ റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട് 10:31 PM. പിന്നെ 12:30 PM ജി ബി പിയുടെ ജി ഡി പി ഡാറ്റ റിലീസ് ഉണ്ട്. നെക്സ്റ്റ് ഓൺ തേഴ്സ്ഡേ നമുക്ക് യു എസ് ഡിയിൽ കോർ പി പി ഐ ആൻഡ് റീറ്റെയിൽ സെയിൽസിൻ്റെ റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട് ആൻഡ് ഓൾസോ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ്. സോ സി പി ഐ ആൻഡ് പി പി ഐ നമുക്ക് ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആയിട്ടാണ് വരുന്നത്. സോ അന്ന് യു എസ് ഡിയിൽ നല്ല ഹൈ ഇമ്പാക്ട് വോളറ്റിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഫ്രൈഡേ നമുക്ക് അഗെയിൻ 6 PM യു എസ് ഡിയിൽ എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സിൻ്റെ ന്യൂസ് റിലീസ് ഉണ്ട്. ദെൻ 7:30 PM നമുക്ക് പ്രിലിം യു എം കൺസ്യൂമർ സെൻറ്റിമെൻറ്റിൻ്റെ ന്യൂസ് റിലീസസ് ഉണ്ട്. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ട്യൂസ്ഡേ മുതൽ ഫ്രൈഡേ വരെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും യു എസ് ഡിയിൽ റെഡ് ഇമ്പാക്ട് ന്യൂസസ് ഉണ്ട്. സോ യു എസ് ഡി മേജർ പേഴ്സ് ആയിട്ടുള്ള എല്ലാ പേഴ്സിലും നമുക്ക് നല്ല വോളറ്റിലിറ്റി മാർക്കറ്റിൽ കാണാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. ഫസ്റ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡോളർ ഇൻഡെക്സ് ആണ് ഫസ്റ്റ്ലി അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ വെൻ ഫസ്റ്റ്ലി അനലൈസിങ് ഡോളർ ഇൻഡെക്സ് വി ക്യാൻ സീ ദാറ്റ് ഓൺ മന്ത്ലി ടൈം ഫ്രെയിം ഓൺ മന്ത്ലി ടൈം ഫ്രെയിം നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് റിയാക്റ്റഡ് ടു ദിസ് മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. ദെൻ ആ ഒരു മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്ന് ആ ഒരു ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു റീട്രേസ്മെൻ്റ് ആണ്, ഒരു ബെയറിഷ് മൊമെൻറ്റമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ, ഈ ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്തത് ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് സോൺ ആണ്. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു റീച്ച് ദിസ് വീക്ക്ലി ഓർഡർ ബ്ലോക്ക്. ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തുമെന്നായിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞത്. അതല്ലെങ്കിൽ ഉള്ള നെക്സ്റ്റ് പോസിബിലിറ്റി നമ്മൾ പറഞ്ഞത് ഈ ഒരു ഏരിയ ഫെയിൽ ആവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു ടേക്കിംഗ് ഔട്ട് ദിസ് ലോ. ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്കിന്റെ ലോ ടേക്ക് ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വീക്ക്ലി ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് റിയാക്ട് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. സോ അത് തന്നെ അവിടെ സംഭവിച്ചു. പ്രൈസ് നമ്മൾ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ റിയാക്ട് ചെയ്ത് അവിടുന്ന് ഒരു റിയാക്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആൻഡ് എഗെയിൻ നമ്മൾ ഡാറ്റ റിലീസ് അല്ലെങ്കിൽ ന്യൂസ് റിലീസിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിലെ നമ്മുടെ പവലിൻ്റെ സ്പീച്ചിൽ ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക തന്നെയാണ് ചെയ്തത്. അതിനകത്ത് ഹൈക്കോ അല്ലെങ്കിൽ കട്ടിങ്ങോ നടത്തിയിട്ടില്ല, റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. അതിന് റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ഡിക്സി ഇപ്പം റീച്ച് ചെയ്തിരിക്കുന്നത് ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സോണിൽ നിന്നാണ്. സോ ഇവിടെ നിന്ന് എന്തായാലും നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. സോ ഹി ഓൾറെഡി നോസ് ദാറ്റ് ആൻഡ് ഹി ജസ്റ്റ് ഡിഡിൻ ഹൈക്ക് ദ ഇൻട്രസ്റ്റ് റേറ്റ്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. സോ ഫണ്ടമെന്റലും ടെക്നിക്കലും നമ്മൾ അലൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമുക്കൊരു ബുള്ളിഷ് റീട്രേസ് അല്ല ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കിപ്പോൾ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്താണ് വരുന്നത്. പ്രൈസ് ഓൾറെഡി ഇവിടെ ഒരു ഡെയിലി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഡെയിലി ഗ്യാപ്പ് പ്രൈസ് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് ആൻഡ് വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സോണിൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തു. സോ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ബുള്ളിഷ് മൊമെന്റമാണ്. അത് എവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വീക്കിന്റെ പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു റീച്ച് ദിസ് ഡെയിലി ഓർഡർ ബ്ലോക്ക് സോൺ. പക്ഷേ ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് സോണിലേക്ക് പ്രൈസ് എത്തുന്നത് ഈ ഒരു സിംഗിൾ പാത്തിലായിരിക്കില്ല. സോ അതിനുവേണ്ടി നമുക്ക് 30-minute ടൈം ഫ്രെയിം നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, 30-minute ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീക്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയിലായിരുന്നു ഹോൾഡ് ചെയ്തിരുന്നത്. ഇതൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഒരു ബെയറിഷ് മൊമെന്റം മാർക്കറ്റിൽ വന്നു. വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു നമുക്ക് ലാസ്റ്റ് ബ്രേക്കോ സ്ട്രക്ചർ തന്ന, ഇതൊരു ബ്രേക്കോ സ്ട്രക്ചർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നേ നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ തന്ന പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. സോ ആ ഒരു ലാസ്റ്റ് ബ്രേക്കോ സ്ട്രക്ചറിന്റെ ഓർഡർ ബ്ലോക്ക് സോൺ നമ്മൾ 30-minute ഓർഡർ ബ്ലോക്ക് സോൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് വാസ് അവർ ലാസ്റ്റ് ഓർഡർ ബ്ലോക്ക് സോൺ വേർ വി ഗോട്ട് ദി ബെയറിഷ് ബ്രേക്കോ സ്ട്രക്ചർ. ഇവിടെ നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ പ്രൈസ് ഓൾറെഡി അവിടെ 2 തവണ ഇൻഫ്യൂസ് ചെയ്തിരുന്നതിനാൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു
ബ്രേക്ക് ദിസ് ഓർഡർ ബ്ലോക്ക്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് സോൺ നമുക്ക് ബ്രേക്ക് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അത് സംടൈംസ് ദ പ്രൈസ് വിൽ ബി റിയാക്ടിങ് ടു ദിസ് ഓർഡർ ബ്ലോക്ക് സോൺ. 30-minute ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കാം ഈ ഒരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് കിട്ടുന്നത്. ദെൻ ദ പ്രൈസ് വിൽ ബി റീച്ചിങ് ടു ദിസ് ഓർഡർ ബ്ലോക്ക് സോൺ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് POI ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എയ്തർ പ്രൈസ് വിൽ ബി റിയാക്ടിങ് ടു ദിസ് ഓർഡർ ബ്ലോക്ക് സോൺ, ദിസ് 30-minute ഓർഡർ ബ്ലോക്ക് സോൺ, this one, or else the price will be reaching to this order block zone. From here we can expect the price to create a higher low, and after creating that higher low the price will be reaching to this daily order block zone. So that is our plan on dollar index. So 4-hour time frame നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് സോണിലേക്ക് പ്രൈസ് എഗെയിൻ തിരിച്ചു വരാനാണ് ഏരിയ ഉള്ളത്. ഇവിടെ ലോട്ട്സ് ഓഫ് ഇംബാലൻസസ് നമുക്കുണ്ട്. സോ ഈ ഒരു PD-RIയിലൊക്കെ പ്രൈസ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് സോൺ ആയിരിക്കും. അതിന് റീസൺ നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി നമ്മുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് ഉള്ളത്. അവിടെ നിന്ന് നെക്സ്റ്റ് നമ്മളൊരു ബുള്ളിഷ് മൊമെന്റം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ബുള്ളിഷ് മൊമെന്റം എവിടം വരെ എക്സ്പെക്ട് ചെയ്യാമെന്നതാണ് നമ്മൾ ഡെയിലി ഓർഡർ ബ്ലോക്ക്, മാക്സിമം ഈ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് സോൺ വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നമുക്ക് അഗെയിൻ ഒരു സെക്കൻഡ് ഈ ഒരു വീക്ക്ലി OBയുടെ സെക്കൻഡ് ഇൻഫ്യൂസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അത് ഈ വീക്കിൽ തന്നെ ഹാപ്പൻ ആവാനുള്ള ചാൻസ് ലോവർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇൻഫ്യൂസ്മെന്റ് കിട്ടണമെങ്കിൽ വീക്ക്ലി ക്യാൻഡിൽ ഓൾറെഡി പുഷ് അപ്സൈഡിലേക്ക് പുഷ് ചെയ്യണം. അവിടെ നിന്ന് അത് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കണം പ്രൈസ് എഗെയിൻ സെക്കൻഡ് ടൈം ടാപ്പ് ചെയ്യാൻ വരേണ്ടത്. സോ വി ആർ എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു പുഷ് അപ്സൈഡ് ഓൺ ഡിക്സി ഫോർ ദിസ് വീക്ക്. സോ നെക്സ്റ്റ്ലി ആ ഒരു ഡിക്സിയുടെ അനാലിസിസ് വെച്ച് നമ്മൾ EUR/USD നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് okay, on monthly time frame, same as Dixie, the price just reacted to this monthly fair value gap. ഇതായിരുന്നു നമ്മുടെ മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ്. നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ തന്നെ ആ മന്ത്ലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് റിയാക്ട് ചെയ്തു. അവിടെ നിന്ന് നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സോൺ. സോ ഈ ഇപ്പോൾ പ്രൈസ് ടാപ്പ് ചെയ്തിരിക്കുന്നത് ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സോണിലാണ്. ആ ഓർഡർ ബ്ലോക്ക് സോണിൽ നിന്ന് നമുക്ക് താഴേക്കൊരു ബെയറിഷ് മൊമെന്റം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ബെയറിഷ് OBക്ക് മുകളിലായിട്ടൊരു OB ഉണ്ട്. ഇതിലൊരു ഇൻഫ്യൂസ്മെന്റും പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, ഇൻഫ്യൂസ്മെന്റ് നടന്നിട്ടില്ല. അപ്പം ഈ ഒരു പ്രൈസ് ഈ ഒരു OBയിലേക്ക് എത്തണം, ഈ ഒരു OBയിൽ ഇൻഫ്യൂസ് ചെയ്യണമെങ്കിൽ ദിസ് OB ഷുഡ് ബി ഫെയിൽഡ്. ആ OB ഫെയിൽ ആവണമെങ്കിൽ ഓൾറെഡി ഈ OBയുടെ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് പ്രൈസ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ഇൻഫ്യൂസ്മെന്റ് ആണ് ഇവിടെ പ്രൈസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കൊരു ബെയറിഷ് മൊമെന്റം കിട്ടി. അവിടെ നിന്ന് എഗെയിൻ പ്രൈസ് പുഷ് ആവുകയാണെങ്കിൽ മാത്രമാണ് ഈ OB ഇൻവാലിഡേറ്റ് ആയിട്ട് ഈ ഒരു വീക്ക്ലി OB നെക്സ്റ്റ് POI ആയിട്ട് ആക്ട് ചെയ്യുക. സോ ഫ്രം ദിസ് വീക്ക്ലി OB വി ആർ എക്സ്പെക്ടിങ് സം ബെയറിഷ് മൊമെന്റം, സെയിം ആസ് ഡിക്സി ബുള്ളിഷ് ആവുന്ന സമയത്ത് നമ്മൾ EUR/USDയിൽ ബെയറിഷ് മൊമെന്റം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഡെയിലിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു വീക്ക്ലി OBയിൽ റിഫൈൻഡ് ഡെയിലി ഓർഡർ ബ്ലോക്ക് ആണ്. ആ ഡെയിലി ഓർഡർ ബ്ലോക്കിന്റെ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് അവർ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ്. ഓക്കെ, ആ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് നടന്ന് പ്രൈസ് താഴേക്ക് ബെയറിഷായി മൂവ് ചെയ്ത് മന്ത്ലി ഓർഡർ ബ്ലോക്കിൽ റിയാക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവിടെ പ്രൈസ് ബൈ സൈഡ് ലിക്വിഡിറ്റി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്രൈസ് ബുള്ളിഷ് ആയിട്ട് വന്ന് വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. ആ വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്ത് റിഫൈൻഡ് ആയിട്ടുള്ള ഡെയിലി ഓർഡർ ബ്ലോക്ക് സോണിലാണ് പ്രൈസ് ഇപ്പം റിയാക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ആ ഡെയിലി ഓർഡർ ബ്ലോക്ക് സോണിൽ നിന്ന് താഴേക്കുള്ള ബെയറിഷ് മൊമെന്റം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മൾ EUR/USDയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിയർ വി ഹാവ് എ 4-hour ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇവിടെ നമുക്കൊരു 4-hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു 4-hour ഫെയർ വാല്യൂ ഗ്യാപ്പിന് ടോപ്പിലായിട്ട് നമുക്കൊരു റിലേറ്റീവ് ഈക്വലോ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി പ്രസന്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റി, ഇവിടെയൊക്കെ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി നമുക്ക് ഒരുപാട് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ നിന്ന് പ്രൈസ് റിയാക്ട് ആവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു അറ്റ്ലീസ്റ്റ് ക്ലിയർ ദിസ് റിലേറ്റീവ് ഈക്വൽ ലോസ്. ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ലോ ക്ലിയർ ചെയ്തതിന് ശേഷം 30-minute ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, 30-minute ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇപ്പം വീക്ക്ലി OBയിലാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു OBയിലേക്ക് നമുക്കൊരു റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം
മൺഡേ നമുക്ക് ഈ ഒരു ഒ ബിയിലേക്ക് മേ ബി ഈ ഒരു ഒ ബിയിലേക്ക് റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പ്രൈസ് പുഷ് ചെയ്ത് ഈ ഒരു 30 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ഇതുവരെ ഇൻഫ്യൂസ്മെന്റ് നടന്നിട്ടില്ല. സോ ഈ ഒരു 30 മിനിറ്റ് ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് റിയാക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്നായിരിക്കാം നമുക്ക് ഒരു ഹയർ ലോ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് വിൽ ബി നെക്സ്റ്റ് റിയാക്ടിങ് ടു ദിസ് റിലേറ്റീവ് ഈക്വലോ. ഈ ഒരു റിലേറ്റീവ് ഈക്വലോ കളക്ട് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഒ ബി ഈസ് നോട്ട് ഇൻഫ്യൂസ്ഡ് സിംഗിൾ ടൈം. ഈ ഒരു ഒ ബി പ്രൈസ് ഇതുവരെ ഇൻഫ്യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ഒ ബി ഇൻഫ്യൂസ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അതിന് മുകളിൽ പ്രൈസ് ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് നടത്തിയിട്ടുണ്ട്. സോ പ്രൈസ് ആ ഒരു 30 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് സോണിലേക്ക് പ്രൈസ് റിയാക്ട് ചെയ്യാനാണ് ഹയർ ചാൻസസ് ആയിട്ട് ഉള്ളത്. സോ on Dixie, same as Dixie, we are expecting the price to push lower and react to this. ഈ ലോവർ പുഷ് ചെയ്യാം, പക്ഷെ അത് എവിടം വരെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ്, ലുക്കിംഗ് ഓൺ GBP/USD. ഓക്കെ, GBP/USD മന്ത്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു ആ ഒരു ഒ ബിയിലേക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് റിയാക്ട് ചെയ്തിട്ടില്ല. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മൊമെൻറ്റം ഹയർ ആയതുകൊണ്ട് പ്രൈസ് അവിടെ നിന്ന് പുഷായി പോയിട്ടുണ്ട്. സോ പ്രൈസ് ഇപ്പോൾ ഉള്ളത് ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സോണിലാണ്. പ്രൈസ് ഇപ്പം ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് സോണിലാണ്. ഓൾറെഡി ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് കഴിഞ്ഞു, അതിന്റെ സെക്കൻഡ് ഇൻഫ്യൂസ്മെന്റ് ആണ് നമുക്കിവിടെ ഇപ്പം കിട്ടിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുവാണെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഡെയിലി ഓർഡർ ബ്ലോക്കിലേക്കാണ് പ്രൈസ് ഇപ്പം റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആ ഡെയിലി ഓർഡർ ബ്ലോക്കിന്റെ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ഇൻഫ്യൂസ്മെന്റ്, ആ സെക്കൻഡ് ഇൻഫ്യൂസ്മെന്റിന് വേണ്ടി പ്രൈസ് വന്ന സമയത്ത് ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ പ്രൈസ് ക്ലിയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നിന്ന് നമുക്കൊരു ബെയറിഷ് റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. ആ ബെയറിഷ് റിയാക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ പ്രൈസ് ബുള്ളിഷായി പുഷ് ചെയ്തപ്പം ഈ ഒരു ഏരിയ ഒന്നും ക്ലിയർ ചെയ്യാതെയാണ് പോയത്. ഹിയർ വി ഹാവ് സെൽ സൈഡ് ലിക്വിഡിറ്റി, റിലേറ്റീവ് ഈക്വൽ ലോസ്, ദെൻ അഗെയിൻ പ്രൈസ് ഡിഡിൻ റിയാക്റ്റഡ് ടു ദിസ് 30 മിനിറ്റ് ഫെയർ ഓർഡർ ബ്ലോക്ക് സോൺ. സോ ഈ ഒരു ഏരിയ ഒന്നും അൺഫില്ല് ചെയ്യാതെയാണ് പ്രൈസ് പോയത്. സോ താഴെ നമുക്ക് ഒരുപാട് ഏരിയ അൺഫില്ല് ചെയ്യാതെ പോയത് കൊണ്ട് വി ക്യാൻ എക്സ്പെക്ട് എയ്തർ പ്രൈസ് ടു റിയാക്ട് ടു ദിസ് ഓർഡർ ബ്ലോക്ക്. പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റെസ്പെക്ട് ചെയ്തതിന് ശേഷം വീക്ക്ലി ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു അവിടെ നമ്മൾ ഓവർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ 30 മിനിറ്റിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒ ബിയിൽ റിയാക്ട് ചെയ്തതിന് ശേഷം പ്രൈസ് വിൽ ബി ടേക്കിംഗ് ഔട്ട് ദിസ് ഈക്വൽ ലോസ്. ദെൻ റിയാക്ടിംഗ് ടു ദിസ് ഓർഡർ ബ്ലോക്ക് പ്രൈസ് വിൽ ബി അഗെയിൻ പുഷിംഗ് അപ്സൈഡ് ഫോർ ക്രിയേറ്റിംഗ് ഹയർ ലോ, ആൻഡ് ദെൻ വി ക്യാൻ എക്സ്പെക്ട് സം bearish momentum either to this order block or the final one will be this one. And minimum we can expect the price to reach this 30 minute order block at least if Dixie is pushing upside. So that's all on GBP/USD. Okay, next on Euro GBP. Okay, Euro GBP, as we already said in the last monthലെ നമ്മുടെ അനാലിസിസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പ്രൈസ് വോണ്ട് ബി പുഷിംഗ് അപ്സൈഡ് ഫ്രം ദിസ് ഏരിയ. ഇറ്റ് വിൽ ബി ഷുവർലി വിൽ റീച്ച് ദിസ് മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോൺ. മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോണിൽ പ്രൈസ് റിയാക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കാം നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. സോ ലുക്കിംഗ് ഇൻ ദ വീക്ക്ലി ടൈം ഫ്രെയിം, ലാസ്റ്റ് വീക്കിൽ പ്രൈസ് ലാസ്റ്റ് 2-3 വീക്സ് ആയിട്ട് പ്രൈസ് ആ ഒരു ഏരിയയിൽ റേഞ്ച് ചെയ്യുകയായിരുന്നു. ആൻഡ് ദിസ് വീക്ക് വി ഗോട്ട് ദാറ്റ് കൺഫേംഡ് ബെയറിഷ് മൊമെന്റം. സോ നെക്സ്റ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിയർ വി ഹാവ് ഓൾറെഡി പ്രിന്റഡ് റിലേറ്റീവ് ഈക്വലോസ്. അപ്പം ഞാൻ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ പ്രൈസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഷുവർലി ദ പ്രൈസ് വിൽ ബി പുഷിംഗ് ഡൗൺ സൈഡ്. ഇഫ് ദിസ് ഏരിയ ഇസ് ബ്രോക്കൺ നമുക്ക് ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. സോ പ്രൈസ് ഇപ്പം ഈ ഒരു ബെയറിഷ് മൊമെന്റം കിട്ടിയത് കൊണ്ട് നമുക്ക് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യാം, നമ്മൾ 4 hour ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇപ്പം പ്രൈസ് ഉള്ളത് ഒരു എക്സ്ട്രീം ബുള്ളിഷ് ഒ ബിയിലാണ്. ഈ ഒരു ബുള്ളിഷ് ഒ ബിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബെയറിഷ് മൊമെന്റം നമുക്ക് കിട്ടിയതുകൊണ്ട് വി ക്യാൻ എക്സ്പെക്ട് എ ബുള്ളിഷ്നെസ് ദിസ് വീക്ക്. ഒരു റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ റീട്രേസ്മെന്റിന് ശേഷം പ്രൈസ് മൂവ് ചെയ്യുന്നത് മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോണിലേക്കായിരിക്കും. സോ ദിസ് വീക്ക് നമ്മുടെ പ്ലാൻ യൂറോ GBPയിൽ ബുള്ളിഷ് ആണ്. ഹിയർ നമ്മൾ ഓൾറെഡി നോക്കുവാണെങ്കിൽ ഇതാണ് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടേണ്ട ഒരു ഏരിയ. പ്രൈസ് മേ ബി ഈ ഒരു ഏരിയയിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്തതിന് ശേഷം
പ്രൈസ് വിൽ ബി ടേക്കിംഗ് ഔട്ട് ദിസ് ലോ, ഈ ഒരു ഓൾഡ് ലോ ടേക്ക് ഔട്ട് ചെയ്ത് അവിടെ നിന്ന് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ ബുള്ളിഷ് മൊമെന്റം ടു അറ്റ്ലീസ്റ്റ് ടു ദിസ് ഏരിയ. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് സോണിലേക്ക് ആയിരിക്കാം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൈസിന്റെ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓറൽസ് പ്രൈസ് കണ്ടിന്യൂസ്ലി ഫാൾ ആവുകയാണെങ്കിൽ, ഈ ഒരു റീട്രേസ്മെന്റ് തരാതെ ബെയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദ ബെയറിഷ് മൊമെന്റം ടിൽ ടു ദാറ്റ് മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോൺ. ദിസ് ഓർഡർ ബ്ലോക്ക് സോൺ, ഈ മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോണിന്റെ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് ആണ് ഇവിടെ ഓൾറെഡി കഴിഞ്ഞത്. ആ ഫസ്റ്റ് ഇൻഫ്യൂസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് മുകളിലേക്ക് പുഷ് ചെയ്തപ്പോൾ ഒരുപാട് ലിക്വിഡിറ്റി അവിടെ പ്രിന്റ് ചെയ്ത് ലിക്വിഡിറ്റി പൂൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ആ ഒരു ഫസ്റ്റ് ലിക്വിഡിറ്റി ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തു. സെക്കൻഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാനാണ് പ്രൈസ് ഇപ്പം ഈ ഒരു ഏരിയയിലേക്ക് പുഷ് ചെയ്യുന്നത്. ഈ ഒരു പുഷ് ചെയ്ത് പ്രൈസ് മേ ബി ഒരു ഹയർ ഒരു റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആ റീട്രേസ്മെന്റിന് ശേഷം പ്രൈസ് ഷുവർലി മന്ത്ലി ഒ ബിയിലായിരിക്കാം നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. Okay, that's all on Euro GBP. Next, we have also analyzed NSD CAD. ഒരു പൊട്ടൻഷ്യൽ സിനാരിയോ നമുക്ക് NSD CAD അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ പ്രൈസ് ബെയറിഷ് ആയിട്ടാണ് പുഷ് ചെയ്യുന്നത്. ബെയറിഷ് ആയി പുഷ് ചെയ്ത് ഒരു മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോണിൽ പ്രൈസ് ഹയർ ടൈമിലേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ പറയുന്നത്. നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ഒരു മന്ത്ലി ഓർഡർ ബ്ലോക്ക് സോണിൽ 2 ടൈംസ് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഫ്യൂസ്മെന്റിന് ശേഷം പ്രൈസ് ഇപ്പം പുഷ് ചെയ്ത് 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഒ ബിയിൽ നിന്നാണ് നമുക്ക് ഇതൊരു റീട്രേസ്മെന്റ്, ഒരു ബെയറിഷ് പുഷ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 4 hour ടൈം ഫ്രെയിമിന്റെ ഒരു റിജക്ഷൻ ബ്ലോക്കിലാണ് പ്രൈസ് കറന്റ് ഉള്ളത്. സോ ഫ്രം ഹിയർ വി ആർ എക്സ്പെക്ടിങ് എ ബെയറിഷ് മൊമെന്റം ഓൺ NSD CAD ടു ദിസ് ഏരിയ. ആ ഒരു NSD CAD ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് വിൽ ബി ക്രിയേറ്റിംഗ് എ ട്രയാങ്കിൾ പാറ്റേൺ. ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബിൽഡ് ചെയ്തതിന് ശേഷം ദ പ്രൈസ് വിൽ ബി പുഷിംഗ് അപ്സൈഡ് ദിസ് റെസിസ്റ്റൻസ് ഏരിയ. ഇതൊരു നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് പുഷ് ചെയ്തതിന് ശേഷം പ്രൈസ് വിൽ ബി ക്രിയേറ്റിംഗ് സം ട്രയാങ്കിൾ പാറ്റേൺ ലൈക്ക് ദിസ്. ദ പ്രൈസ് വിൽ ബി റിയാക്ടിംഗ് ടു ദിസ് റെസിസ്റ്റൻസ് ഏരിയ. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നമുക്ക് പ്രൈസിനെ താഴേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇഫ് ദ പ്രൈസ് പുഷസ് അപ്വേർഡ്സ് ദെൻ ഇറ്റ് വിൽ ബി ഗോയിങ് അപ്സൈഡ്. സോ ദിസ് ഈസ് എ ഹയർ സ്വിംഗ് പ്ലാൻ. ഒരു സ്വിംഗ് പ്ലാൻ ആയിട്ടാണ് നമ്മൾ ഈ NSD CAD ഈ ഒരു മൂവ്മെന്റ് പറയുന്നത്, ഈ ഒരു മൂവ്മെന്റ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് 4 hour ഓർഡർ ബ്ലോക്ക് സോണിൽ നിന്ന്, ഈ ഒരു റിജക്ഷൻ ബ്ലോക്ക് സോണിൽ നിന്ന് വി ക്യാൻ എക്സ്പെക്ട് എ ബെയറിഷ് മൊമെന്റം ടിൽ ദിസ് ട്രെൻഡ് ലൈൻ ഏരിയ. ഈ ഒരു ട്രെൻഡ് ലൈൻ ഏരിയ വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 50-minute ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ആ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നതിന് ശേഷം പ്രൈസ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ വീക്ക്ലി ഓപ്പണിംഗിന്റെ ടൈമിൽ മേ ബി പ്രൈസ് വിൽ ബി ടേക്കിംഗ് ഔട്ട് ദിസ് ഹൈസ്. ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് വിൽ ബി പുഷിംഗ് ഡൗൺ സൈഡ്. സോ ആ പ്രൈസ് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി ദിസ് ട്രെൻഡ് ലൈൻ. ഈ ഒരു ഈക്വൽ ലോസ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ആൻഡ് അവർ നെക്സ്റ്റ് ടാർഗറ്റ് വിൽ ബി ദിസ് ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കാം നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ഈ ഒരു ഈക്വൽ ലോ പ്രൈസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് സം ബുള്ളിഷ് മൊമെന്റം, റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് വി വിൽ ബി എക്സ്പെക്ടിങ് ദ പ്രൈസ് ടു റീച്ച് ദിസ് ട്രെൻഡ് ലൈൻ ആൻഡ് അവർ higher time swing plan will be activated. So this is our analysis for next week. Hope all got our analysis. So if you are interested in joining our mentorship classes, we are providing classes for in both online and offline. Also we are providing harmonic wave strategy and ICT strategy. So if anyone interested, please DM us to know more. Thank you guys.